പൈൻ ഫോറസ്റ്റിൽ നിന്നിറങ്ങി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഗ്രേറ്റ് ട്രയൽസ് ബൈ ഗ്രേറ്റ് ട്രയൽസ് ബൈ GRT. അതാണ് വലിയ വമ്പൻ ഗ്രൂപ്പൊക്കെയാണ്. ഹോട്ടലൊക്കെ സെറ്റപ്പ് ഒക്കെ നല്ല ലക്ഷൂറിയസ് ആണ്. ഇതവരുടെ റിസപ്ഷന് പുറത്ത് കാണുന്ന ഒരു ചെറിയൊരു ഏരിയയാണ്. നല്ല ഒരു എന്താ പറയുക, അത്ര വലിയ വ്യൂ എന്നൊന്നും പറയാനില്ലെങ്കിലും ഒരു ആവറേജ് വ്യൂ ഒക്കെ ഉള്ള നാച്ചുറൽ ഫ്ലവേഴ്സിനാൽ ധാരാളമുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഭയങ്കരമായ ഒരു തണുപ്പ് നമുക്ക് കൊടൈക്കനാലിൽ ഫീൽ ചെയ്തില്ല കേട്ടോ. ആക്ച്വലി തണുപ്പുള്ള സ്ഥലം നോക്കിയാണ് ഞാൻ ഈ കൊടൈക്കനാൽ ഒക്കെ ചൂസ് ചെയ്തെങ്കിലും ചെറുപ്പത്തിൽ സ്കൂളിൽ വെച്ചൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടൈക്കനാൽ നമ്മുടെ മനസ്സിലെന്നും ഒരു എന്തോ ഒന്ന് കാണാനുള്ളത് ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൊടൈക്കനാൽ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മുടെ അഡ്മിഷൻ നമ്മുടെ അവിടുത്തെ ഫോമെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ പേയ്മെൻ്റ് എല്ലാം കൊടുത്ത് നമ്മൾ അവിടെ ഇതായി. ഗ്രേറ്റ് ട്രയൽസ് ബൈ GRT ഹോട്ടൽസ്, ഇതാണ് അവരുടെ എൻട്രൻസിലുള്ള ഒരു ഇത്. അവിടുന്ന് നമ്മളെ പഗ്ഗിയിലാണ് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. പഗ്ഗി വന്നു. പഗ്ഗിയിലേക്ക് നമ്മുടെ ലഗേജ് എല്ലാം കയറ്റി വെച്ചു. നമ്മുടെ കാർ പാർക്കിംഗ് നമ്മുടെ റിസപ്ഷൻ ഏരിയയിൽ തന്നെയാണ്, ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ലഗേജ് എല്ലാം എടുത്ത് പഗ്ഗിയിൽ നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണ്. പല തട്ടായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് വെയിറ്റൊക്കെ ആയിട്ട് അവർക്ക് നടന്നു പോകാൻ പറ്റുന്നൊരു ദൂരമല്ല. പിന്നെ നമ്മളിത് ബുക്ക് ചെയ്തപ്പോൾ ഞാനിത് ബുക്ക് ചെയ്ത അഗോഡയിൽ നിന്നാണ്. അപ്പം കുറേ റിവ്യൂസൊക്കെ നോക്കി ഏറ്റവും നല്ല പ്രോപ്പർട്ടി നോക്കിയൊക്കെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. ബഡ്ജറ്റ് വൈസ് അത് ഓക്കെയാണ്. നമുക്ക് അത്ര വലിയ ഹൈഫൈ എന്നൊന്നും പറയാനില്ല. ബഡ്ജറ്റിനനുസരിച്ചുള്ള റൂമുണ്ട്. പക്ഷെ ബുക്ക് ചെയ്തപ്പോൾ വുഡൻ ക്യാബിൻസും റോക്ക് ക്യാബിനും അങ്ങനെ 2 ക്യാബിൻസാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വുഡൻ ക്യാബിൻ എന്ന് പറയുമ്പം എങ്ങനെയാണ് നമുക്കൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പോ എങ്ങനെയുണ്ടാവും എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ റോക്ക് ക്യാബിൻ ബുക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിങ്കല്ലിൻ്റെ ആ ഒരു ടൈപ്പിലുള്ള ഒരു വോളൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലെ കൺസെപ്റ്റ് ഇരുന്നത്. പക്ഷേ അതെല്ലാം കംപ്ലീറ്റ്ലി പൊളിച്ച് അടുക്കിയവർ. അതൊന്നുമല്ല. റൂം കാണുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് അവിടുന്ന് നമ്മളിങ്ങനെ കറങ്ങി മുകളിലേക്കാണ് പഗ്ഗിയിൽ പോകുന്നത്. അവരുടെ ഡ്രൈവറുണ്ട്. ആ പഗ്ഗിയിൽ നമ്മൾ നല്ല രസമുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയൊക്കെ അവർ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലാൻസൊക്കെ വെച്ച് തട്ടായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയിൽ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് അക്കോമഡേഷൻസ്, ഗസ്റ്റിന് താമസിക്കാനുള്ള റൂംസാണുള്ളത്. ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും സൂപ്പർ ടയേർഡാണ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊടൈക്കനാലിൽ വന്നിട്ടുള്ള നമ്മുടെ കറക്കമാണ്. അപ്പം രാവിലെ 9 മണിക്ക് കൊടൈക്കനാലിൽ എത്തിയിട്ട് ഞങ്ങളിവിടെ എത്തുന്ന ഏകദേശം ഒരു 2 o'clock ആയപ്പോഴാണ്. അപ്പോൾ അത്രയും സമയം നമ്മൾ കൊടൈക്കനാൽ മൊത്തം കറങ്ങി. ഇനി നമുക്ക് പെൻഡിങ് എന്ന് പറയാൻ 1-2 സ്ഥലങ്ങൾ കൂടിയുണ്ട്. അത് ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചൊന്ന് ഫ്രഷായിട്ട് വീണ്ടും ഒന്ന് ഇറങ്ങാം എന്ന് കരുതിയാണ് നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ വന്നത്. അപ്പോൾ ചെക്ക് ഇൻ അല്ലെങ്കിലും ടൈം നമ്മുടെ 2 o'clock ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തി. ആക്ച്വലി ഓൺ ടൈം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പഗ്ഗി നിർത്തി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ എലിവേറ്ററിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ നിർത്തിയത്. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കൊടുത്താണ് അവർ എലിവേറ്ററിലേക്കുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ബാക്കിൽ കാണിക്കുന്നില്ലേ, അതാണ് കേട്ടോ വുഡൻ ക്യാബിൻ. അത് ആക്ച്വലി കാണാൻ ഭംഗി വുഡൻ ക്യാബിനാണ്. എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. റോക്ക് ക്യാബിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ഒരു റൂമാണ്. അതായത് കല്ല് വെച്ച് നിർമ്മിച്ച സാധാരണ റൂം. അത് സിമെൻറ്റൊക്കെ വെച്ച് തേച്ച് സിറ്റീസ് ആയിരുന്നെങ്കിലും കാണാനൊരു ലുക്ക് ഉണ്ടായേനെ. ഇതിപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ സാധാരണ നമ്മുടെ വീടുകളിലെയൊക്കെ റൂം പോലെ തന്നെ ചെയ്തിരിക്കുന്ന റൂം. അപ്പോൾ ഞാൻ റൂമിലേക്ക് എൻ്റർ ചെയ്യാണ്. തുറക്കടാ. അതായി തുറന്ന്. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് നമ്മൾ കയറി. ഫ്ലോറിംഗ് ഒക്കെ ഒരു വുഡൻ ഫ്ലോറിംഗ് ഒക്കെയാണ് കേട്ടോ. റൂമിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ, ഒരു സൈഡ് ഫുള്ള് ഗ്ലാസ് വോളാണ്. അപ്പോൾ അവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഇതാണ്.
ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് ഉണ്ട് പുറത്തേക്ക് ഈ വാലിയിലേക്കായിട്ടുള്ള ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പ്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ സാധനങ്ങളെല്ലാം വെച്ച് ഒന്ന് ജസ്റ്റ് ഫ്രഷായിട്ട് അവിടുന്ന് നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇറങ്ങി. കാരണം 3 മണി വരെ 3:30 വരെയും കൊണ്ട് അവരുടെ ലഞ്ച് ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് വാഷ്റൂമൊക്കെ പോയി ഫ്രഷായിട്ട് നമ്മൾ ലഞ്ചിനിറങ്ങി. ഡ്രസ്സ് പോലും മാറാൻ നിന്നില്ല, കാരണം ഇനി കുളിക്കണം. അപ്പോൾ അതുകൊണ്ട് നേരെ ഇതാണ് അവരുടെ നമ്മുടെ എന്താ പറയുക കഫറ്റീരിയ, അവരുടെ റെസ്റ്റോറൻറ്റ്. അപ്പം അവിടേക്ക് വരികയാണ്. നല്ല രസമുണ്ട്. മുകളിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് മുഴുവൻ ചട്ടിയല്ല കേട്ടോ, അതെല്ലാം ചകിരിയാണ്. കമ്പിക്കകത്ത് ചകിരി കൊണ്ട് ആ ഒരു ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ പ്ലാന്റ്സ് വെച്ചിരിക്കുകയാണ്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ അതാ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ചിനൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെയും കാണുന്ന വ്യൂ ഏകദേശം സെയിം തന്നെയാണ്. ഗ്രേറ്റ് ട്രയൽസ് ബൈ GRT ഹോട്ടൽസ്. അവിടെ നമുക്ക് ആഷുവിന് എവിടെ ചെന്നാലും ഫേവറേറ്റ് ആണ് ഈ ട്രാംപോലിൻ. ആഷു ലഞ്ച് കഴിഞ്ഞ് നേരെ അതിൽ വന്ന് ചാടിയേക്കുകയാണ്. നല്ല അത്യാവശ്യം വെയിലുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ട്രാംപോലിനിലാണ്. വേറെ കുട്ടികളും ഉണ്ട്. അവരും ആഷും കൂടി കുറച്ച് നേരം കളിച്ചു. അധികം നേരം കളിക്കാൻ സമ്മതിച്ചില്ല. നമുക്ക് യാത്ര തുടരേണ്ടതുണ്ട്.